എന്തായാലും ഈ നടുക്കാട്ടിൽ പെട്ടുപോയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ആനയൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. ഇതൊക്കെ വണ്ടിക്ക് ഒരു ക്രെയിനൊക്കെ ഉപയോഗിച്ച് പൊക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാത്ത ടൂറായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാക്സിമം പൈസ ലാഭിക്കാനുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മഴ സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരാളുടെ കയറാനുണ്ട്, നോക്കട്ടെ. എപ്പോൾ ടൂർ പോയാലും പുറത്തുനിന്ന് വെള്ളമോ സാധനങ്ങളൊന്നും മേടിക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കും. കാരണം പറഞ്ഞാൽ പൈസ ലാഭിക്കണം. ഒരുപാട് കയ്യിൽ പൈസ ഒന്നുള്ള ആളുകളല്ലല്ലോ ഞങ്ങളാരും. എല്ലാവരും വളരെ സാധാരണക്കാരാണ്. അങ്ങനെ യാത്രാമധ്യേ ഞങ്ങളൊരു പുഴയുടെ സൈഡിൽ വണ്ടി നിർത്തി ചൂണ്ടയിടണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. ചപ്പാത്തി ചൂടണം. അങ്ങനെ ചപ്പാത്തി കറിയും ബീഫും കഴിക്കണം. വിശപ്പ് മാറ്റിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ 1/2 കിലോ വാഴക്കാ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫിൻ്റെ കൂടി വെക്കുമ്പോൾ ഇച്ചിരി കഴിക്കാനും കൂടുതൽ കിട്ടും, ടേസ്റ്റ് ഇച്ചിരി നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതെ ജോയിൽ മീൻ പിടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ഭക്ഷണം എന്നിട്ട് വേണം എല്ലാവർക്കും വയണ്ടോളം കഴിക്കാൻ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇട്ടാണ് ബീഫ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ജോസഫ് വളരെ തകൃതിയായിട്ട് മീൻ കിട്ടാനുള്ള പരിപാടികൾ ഓരോന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ മീൻ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. 3 പേരും അങ്ങനെ 3 വഴിക്കായിട്ട് നിന്ന് മീൻപിടുത്തമൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ നന്നായി കിട്ടിയാൽ അത്രയും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളിയും സവാളയും ഇതൊക്കെ ഒന്ന് കൂട്ടി കുഴച്ചൊക്കെ ഭംഗിയാക്കി എടുക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പതിയെ സ്റ്റൗ കത്തിച്ചിട്ട് കുക്കർ വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഇതിനിടയിൽ അടുത്തയാൾ സാലഡ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പിന്നെ മീൻ പിടിക്കാനുള്ള ശ്രമം നോക്കി മീൻ എവിടെയോ കല്ലിൻ്റെ ഇടയിൽ കയറി പെട്ടു എന്നൊക്കെ പറയുന്നു. ഇതിനിടയിൽ അവിടെ കിടന്ന് കുറച്ച് വലയെടുത്തിട്ട് ഞാൻ വെറുതെ വെള്ളത്തിലൊന്ന് മുക്കി നോക്കി. എന്തായാലും പരിപാടി ഏറ്റു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കണ്ടില്ലേ, അങ്ങനെ ആദ്യത്തെ മീൻ എൻ്റെ വലയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാവുന്നൊരു പരലാണ് കേട്ടോ, നല്ലൊരു പരലാണ്. കിട്ടിയ സാധനം കേട്ടോ, വല്ലവനെ പുല്ലുവായതെന്നൊക്കെയാണ് ചൊല്ല്. കുക്കർ ഫസ്റ്റ് വിസിലടിച്ചോ, ഫസ്റ്റ് മീനെ കിട്ടുകയും ചെയ്തു. ഏകദേശം 6-7 ബിസിലടിച്ചിട്ട് വേണം ബീഫ് വെന്തെന്ന് ഉറപ്പ് വരുത്താൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ കുക്കറിൻ്റെ ചൂളമടി കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പോൾ വിശപ്പിൻ്റെ വിളി അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ പിന്നെ തന്നെ ഓരോ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചൂണ്ടയിൽ മീനൊന്നും കിട്ടിയില്ല, എങ്കിലും ഒരു മീൻ കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ കൂടുതൽ നിജു കണ്ടില്ലേ, അങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ സ്ഥലം തീരുമാനിച്ചു. കഴിക്കാൻ പോകുന്നതിനിടയിൽ മാമലക്കണ്ടം ടൂർ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണെങ്കിലും ഞങ്ങൾക്ക് വൈകിട്ടത്തേക്ക് തിരിച്ച് വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ മാമലക്കണ്ടം ഫിക്സ് ചെയ്തു. കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വലിയ തെറ്റില്ലാത്തൊരു കറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് 2 വാഴയിലൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ കുഴിയുള്ള പാറസ്ഥലം നോക്കിയിട്ട് ഞങ്ങളങ്ങനെ കറി ഒഴിക്കാനും ചപ്പാത്തി വയ്ക്കാനൊക്കെ ഉള്ള പരിപാടി നോക്കി. ജോയലാണെങ്കിൽ അത് ഗംഭീരമായിട്ട് വെച്ച് ചുറ്റും നല്ല ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ രസമായിട്ട് പുള്ളി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയിൽ ഓരോരുത്തർ ഓരോ സാധനങ്ങളൊക്കെ പതിയെ എടുത്ത് കൊണ്ടുവന്നിട്ട് ചുറ്റും പുറമൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കാനുള്ള പരിപാടി നോക്കുന്നു. സലാഡ് ഒന്നോട് ഉപ്പിട്ട് ഇളക്കി അങ്ങനെ കണ്ടില്ലേ, ചപ്പാത്തിയുടെ നടുക്കിലേക്ക് ബീഫും കായയുടെ കൂടിയിട്ടുള്ള കറി അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി വട്ടം കൂടി ഇരുന്ന് തിന്നണം. ഏകദേശം 20 ചപ്പാത്തി ഞങ്ങൾ ചുട്ടു. ഇനി ഓരോരുത്തർക്ക് 5 വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാവർക്കും ഒരു ആനയെ തന്നെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുണ്ട്. കാരണം രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാതെ ഇറങ്ങി പോകുന്നതല്ലേ, പെട്ടെന്നുള്ള ടൂറല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ആസ്വദിച്ചിരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത്ര ഭക്ഷണം കടയിൽ നിന്ന് മേടിക്കുമ്പോഴാണല്ലോ ഭയങ്കര പൈസയോ, വയറും നട്ടൊന്നും അറിയില്ല. ഇതാകുമ്പോൾ സാലഡ്, ചപ്പാത്തി, ബീഫ്, കായ നിസ്സാര പൈസയേ ഉള്ളൂ. മൊത്തം ഒരു 10-450 രൂപ ആയിട്ടുള്ളൂ. 1 കിലോ ബീഫ്, അങ്ങനെ എല്ലാം കൂടെ ചെറുത്. മാക്സിമം 500 കൂട്ടിക്കോ, അത് കൂടുതലായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നേരം കൂടെ ഇത് അങ്ങനെ ഉപയോഗിക്കാം. ഇഷ്ടമുള്ള സാധനമുണ്ട്. കണ്ടില്ല, ഞങ്ങളുടെ വിശപ്പിൻ്റെ ഏകദേശം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തൂത്തുപടിച്ച് കഴിച്ചു. കുറച്ച് ബീഫ് മാറ്റി വെച്ചു. ഇനി വൈകിട്ട് എവിടെയെങ്കിലും പോയി ചായ കുടിക്കുന്ന സമയത്ത് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി പിന്നെ ഡ്രൈവിലേക്ക് കയറുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഞങ്ങൾ കാറിൽ പോണു, വേറെ സ്ഥലത്തേക്ക് വണ്ടി പിടിച്ച് പോകും. അങ്ങനെ ഞങ്ങൾ മാമലക്കണ്ടം ലക്ഷ്യമാക്കി പിന്നെയും പോയിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടമ്പുഴയിൽ നിന്ന് റൈറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കാട് മല വേണം കൂടി പോകാൻ. കാട്ടുപാലൂടെയാണ് പോകുന്നത്. രാജപാതയാണ് പഴയത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വണ്ടി സാൻഡ്രോ ആയതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. പഴയ വണ്ടിയല്ലേ, പക്ഷേ എങ്കിലും പുലിക്കുട്ടിയാണ്, ഒരു കംപ്ലയിൻറ്റും ഇല്ല ഇതുവരെ. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ പതിയെ ഒന്ന് സൈഡ് കൊടുക്കാനുള്ള ഒരു പരിപാടി നോക്കി. അത് അബദ്ധമായി പോയി. ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ചെളിയിൽ പൂണ്ടുപോയി. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ
ആലപ്പുഴയിൽ നിന്നുള്ള ഒരു പറ്റം സുഹൃത്തുക്കൾ അവർ ഞങ്ങളെ കണ്ട് നിർത്തി, അവരിറങ്ങി വണ്ടി തള്ളി. അങ്ങനെ വണ്ടി കുഴിയിൽ നിന്ന് കയറി. ഇവർ വന്നില്ലായിരുന്നു, ഞങ്ങൾ പെട്ടുപോയതിന് തീരാത്ത നന്ദിയുണ്ട് കേട്ടോ ഇവരോട്. കാലിനെ പറ്റാ നിങ്ങൾ എടുത്തരാ? ആലപ്പുഴ. താങ്ക്സ് ബ്രോ. ഞങ്ങളെന്തായാലും പെട്ടുപോയാൽ ആലപ്പുഴക്കാർ കൃത്യമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്കാണ് വന്ന് അവരിങ്ങനെ നിർത്തണോ വേണ്ടെന്ന് സംശയിച്ച് പോയെങ്കിലും അവർ നിർത്തി തന്നു. എന്തായാലും ഈ നടുക്കാട്ടിൽ പെട്ടുപോയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ആനയൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. ഇതൊക്കെ വണ്ടിക്ക് ഒരു ക്രെയിനൊക്കെ ഉപയോഗിച്ച് പൊക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. എന്തായാലും രക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാറിറങ്ങി ഇനി പയ്യെ പോയിക്കൊണ്ടിരിക്കണം. ഇനി കുറച്ച് ദൂരോടെ ഉണ്ട്. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് ഇനി വീട്ടിൽ ചെല്ലാൻ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയ ആലപ്പുഴക്കാരോട് നന്ദി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ പുതിയ സ്ഥലത്തിലേക്ക് യാത്രയാകുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ കാത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും യാത്രയുടെ പുതിയ ഗന്ധവും രുചിയും അറിയാൻ ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും